നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴത്തെ +1 കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതൊന്ന് നിങ്ങളോട് എത്തിക്കുക. ആ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ കൂടെ മാർഗിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ +1 എക്സാം വളരെ അടുത്തിരിക്കുന്ന സമയമാണ്. ആദ്യം മോഡൽ എക്സാം ആണ്, അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാം. നമ്മുടെ കുട്ടികളുടെ ഒരു മനസ്സിലുണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പഠിക്കുന്നതൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സാമിന് വരുമോ എന്നുള്ള ഒരു സംശയവും അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ട്. അതെപ്പോഴാണ് രൂപപ്പെട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി ഒത്തിരി കുട്ടികൾ എത്തിയേക്കുന്നത് ഈ വർഷം നല്ല A+ന്റെ എണ്ണൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതും പ്രകാരം നല്ലതായിട്ടൊക്കെ പഠിച്ചു വരികയായിരുന്നു. ഓൺ എക്സാം ഒക്കെ സ്കൂളിൽ നിന്ന് നടത്തി നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാം ആയപ്പോൾ നമ്മുടെ ബോർഡിൽ നിന്നായിരുന്നു എക്സാം വന്നത്. പ്രത്യേകിച്ച് മാത്സും ഫിസിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുട്ടികൾ ആകെ പേടിച്ചു പോയി. കാരണം അവർ പഠിച്ചതോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിച്ചതോ ഒന്നും എക്സാമിന് വന്നില്ലെന്നല്ല, കൂടുതലും ഇത്തിരി ടഫായിട്ടുള്ളതും പുതിയ ക്വസ്റ്റ്യൻസും ഒക്കെ വന്നു. അതിന് പ്രകാരം അവിടെ മനസ്സിൽ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പഠിക്കുന്നതൊക്കെ ഇനിയിപ്പോൾ പബ്ലിക് എക്സാമിന് മതിയോ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ, ഇനിയും പുതിയ ചോദ്യങ്ങളൊക്കെ എത്രത്തോളം പഠിക്കണം, ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രശ്നത്തിലാണ്. മാനസികമായിട്ട് ഞാൻ പറയുന്നത് നല്ലൊരു പേടിയുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അത് നിങ്ങളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കഴിഞ്ഞ ഈ ക്രിസ്മസ് എക്സാമിന്റെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിക്കുന്നതൊക്കെ മതിയോ, ഏത് പഠിച്ചാലാണ് എക്സാമിന് വരുന്നത് എന്നുള്ളത് ആകെ ഒരു പേടിച്ചിരിക്കുകയാണ്. എന്തായാലും മക്കൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ഏകദേശം ഒരു 70 to 80% ടെക്സ്റ്റ് ബുക്കിലെ ബേസ്ഡ് തന്നെ ആയിരിക്കും. മീൻസ് ഡയറക്റ്റ് ക്വസ്റ്റൻസുകൾ ഒത്തിരി ഉണ്ടാവും. പിന്നെ ഒരു 20 to 25% ചിലപ്പോൾ ഇത്തിരി ഒന്ന് മാറിയേക്കാം. എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ടഫായിട്ട് ഒരിക്കലും പബ്ലിക് എക്സാമിന് വരില്ല. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പഠിക്കുന്നതിന്റെ രീതി ഒന്നും കുറയ്ക്കേണ്ട. മാക്സിമം നന്നായിട്ട് തന്നെ പഠിച്ചു. എന്തായാലും പുതിയ ക്വസ്റ്റൻസുകൾ കാണും എന്നുള്ളതാണ് നമുക്കൊരു സൂചന നൽകിയത്. എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ടഫായിട്ടുള്ളതായിരിക്കില്ല. നമ്മൾ പഠിച്ച പ്രകാരമുള്ള ഇത്തിരി മാറ്റമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച ശേഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ചില ചാപ്റ്റേഴ്സ് ഒന്നും പ്രത്യേകിച്ച് മാത്സ് പഠിച്ചിരിക്കണം. അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമായിട്ട് നിങ്ങൾ ഒരിക്കലും അതിനെ കരുതണ്ട. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ പഠിച്ചു വന്നേക്കുന്നത് നന്നായിട്ടാണെങ്കിൽ ഇനിയും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഒരിക്കലും മക്കളെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ അടിച്ച് നിങ്ങളുടെ പഠിത്തത്തിന്റെ ആ സ്പീഡൊക്കെ കുറച്ച് ആകെ പേടിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. അങ്ങനത്തെ ഒത്തിരി കുട്ടികൾ ഇപ്പം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഈ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 2 സബ്ജക്റ്റുകൾക്കാണ് ഈ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ, അതും പ്രത്യേകിച്ച് മാത്സിന് ഒത്തിരി ന്യൂമറിക്കൽ പ്രോബ്ലംസുകൾ വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ കുട്ടികൾക്ക് ആകെ പേടിയാണ്. കാരണം തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ പ്രോബ്ലം ടൈപ്പ് വന്നപ്പോൾ തന്നെ അതുമൊക്കെ അത് +2-ലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലായിടത്തും അതൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്തായാലും ചെറിയ രീതിയിൽ കൂടെ പബ്ലിക് എക്സാമിന് ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ പേടിക്കുന്ന മാതിരിയുള്ള രീതികൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. മിസ്സലേനിയസ് എക്സസൈസിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാതെ മീൻസ് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതിനൊക്കെ ടൈം നിങ്ങൾ രണ്ടാമതേ എടുക്കാവുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ റെഗുലർ എക്സസൈസ് നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാവുള്ളൂ. നിങ്ങളല്ലാതെ ഒരിക്കലും ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം പല കുട്ടികളോട് സംസാരിച്ചപ്പോൾ ഒരു അവരുടെ പൊതുവായിട്ടുള്ള ഒരു രീതി ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് വന്നാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്കുള്ള ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ എക്സാം ഉണ്ടാവട്ടെ ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണുക. മാക്സിമം ക്വസ്റ്റൻസുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ കിട്ടും. ഏറ്റവും പുതിയ ക്വസ്റ്റൻസുകളും ഏറ്റവും നല്ല മെത്തേഡ്സിൽ കൂടെയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.